എങ്ങനെ വെച്ചാൽ നമ്മളെ ഈ കൊല്ലത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണത്, അതായത് കുറച്ച് ദീനി അതെ അങ്ങനെയൊക്കെയുള്ള അതെ രീതിയാണ്. തീർച്ചയായും നിങ്ങളുടെ ഒരു പാർട്ട്ണർ വരട്ടെ. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കിടങ്ങഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ഷംസിയാനെ കാണാനാണ്. ഷംസിയക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. ഷംസിയക്ക് സെറിബൽ പാൾസിയാണ്, അത് വീൽ ചെയറിലാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം കൂടെ നിൽക്കണം, നല്ലൊരു വരനെ കണ്ടെത്താൻ നിങ്ങളെല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. കാണുന്നതാണ് ഷംസിയാൻ്റെ വീട് കേട്ടോ. ആണ് ഷംസിയ. എന്തൊക്കെയാ വിശേഷം? സുഖം, അൽഹംദുലില്ലാ. അപ്പോൾ ഷംസിയക്ക് പറ്റിയ നല്ലൊരു വരനെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത് കേട്ടോ. ഷംസിയക്ക് എത്ര വയസ്സായി? 33 അല്ലേ? ആ, സെറിബൽ പാൾസി ആണ് അല്ലേ? ജന്മനുള്ളതാണോ? ആ ഓക്കെ. അപ്പോൾ ഷംസിയ എത്ര വരെയാ പഠിച്ചേ? ഞാൻ ഡിഗ്രി കഴിഞ്ഞതാണ്, പിന്നെ DCA കഴിഞ്ഞാണ്, പിന്നെ വെബ് ഡിസൈനിങ് ഡിപ്ലോമ. ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വീട്ടിലിരുന്നിട്ട് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അത് ശരി. അപ്പോൾ സ്കൂളിലൊക്കെ വീൽ ചെയറിലായിരുന്നു പോയിരുന്നത്? അല്ല, അന്ന് എന്താണ് ചെറുതായിട്ട് പിടിച്ച് നടക്കാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സൊക്കെ പിടിച്ചിട്ടാണ് പോയിരുന്നത്. ഇപ്പോ അല്ല, വീൽ ചെയർ ആകുമ്പോൾ കുറച്ചുകൂടി ഫ്രണ്ട്ലി നമ്മള്. അതെ. ഇപ്പൊ വാൾക്കർ ഉപയോഗിച്ച് നടക്കാറുണ്ടോ? ഉണ്ട്. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വാൾക്കർ ഉപയോഗിക്കാം അല്ലേ? സ്വന്തം കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല അല്ലേ? പുറത്തേക്ക് പോകുമ്പോൾ അവള് വീൽ ചെയർ ഉപയോഗിക്കും അല്ലേ? അതെ. അപ്പോൾ ആള് സ്മാർട്ടാണ് കേട്ടോ. അവിടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കല്യാണാലോചനകൾ ഇങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റിയത് നമുക്ക് വരണമല്ലോ, അതുകൊണ്ടാണ്. അതെ, തീർച്ചയായും. അതെ. നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? ദൂരം മലപ്പുറം ജില്ല ആണ് കൂടുതൽ, പിന്നെ കോഴിക്കോട്. നമുക്ക് ഷംസിയാക്ക് വീട് ഇവിടെ ഇങ്ങനെ എടുക്കുന്നുണ്ട് അല്ലേ? സ്വന്തമായിട്ട് വീട് എടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളാണോ വേണ്ടേ? ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ പറ്റിയ ഒരാളാവണം അല്ലേ? അങ്ങനെയുള്ള ആലോചനയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ വീൽ ചെയറിന് ഇറങ്ങി ഒരാൾ എടുത്തു വെക്കലാണല്ലേ ഷംസിയനെ? കൈ സപ്പോർട്ട് ഉണ്ടായാൽ പിടിച്ച് നടക്കാൻ പറ്റും. കൈ പിടിച്ചാല് കുറച്ച് കൈക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഈ നടക്കാനും ഇതുമാണ് ബുദ്ധിമുട്ട്. സ്വന്തമായിട്ട് നിൽക്കാനും നടക്കാനും പറ്റില്ല, സപ്പോർട്ട് ചെയ്ത് നിൽക്കാം, പിടിച്ച് നടക്കാം. സപ്പോർട്ടിന്റെ നിൽക്കാൻ പറ്റും അല്ലേ? നിൽക്കാനും നടക്കാനും പറ്റും. അതെ. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന നോക്കാം? ഒരു 43 വരെയൊക്കെ അല്ലേ? അതെ. ഷംസിയക്ക് ഇപ്പോൾ 33 ആയത്. ഒരു 10 വയസ്സ് ഗ്യാപ്പ് വരെയൊക്കെ നോക്കാം അല്ലേ? മാക്സിമം 40-ൻ്റെ ഉള്ളിൽ എല്ലാവരും 35-38 ആണെങ്കിലൊക്കെ സന്തോഷമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ 33 ഷംസിയൊക്കെ ആയത്. അപ്പോൾ ഓളെ വയസ്സിൻ്റെ മുകളിലുള്ള എത്രയാണെങ്കിലും നമുക്ക് അല്ലേ, 40 മാക്സിമം 43, അതിൻ്റെ മുകളിലോട്ടുള്ള ആരും കോൺടാക്ട് ചെയ്യണ്ട. അതുവരെ ഉള്ളത് മാത്രം ആണ് നമ്മൾ നോക്കുന്നത്. ഭാര്യമാരുള്ളത് നമുക്ക് വേണ്ട. അതെ, നിലവിൽ ഭാര്യമാരുള്ളത്. അതെ. ഡിവോഴ്സ് ആയതോ ഭാര്യ മരിച്ചതോ നമുക്ക് നോക്കാം അല്ലേ? നോക്കിയിട്ട് ചെയ്യാം. ഷംസിയാൻ്റെ ആദ്യ വിവാഹമാണ്. പിന്നെ 6 വയസ്സിൻ്റെ ഉള്ളിൽ ആദ്യ വിവാഹം വന്നാലും നമുക്ക് സന്തോഷമാണ്. പിന്നെ ബാധ്യതകൾ കാര്യമില്ലാത്ത 2ാം വിവാഹം നോക്കാം. അതെ, തീർച്ചയായും. വീട്ടുകാരുടെ സമ്മതം തീർച്ചയായിട്ടും വേണം. നമ്മൾ ആരെയും വെറുപ്പിച്ചുകൊണ്ടോ അങ്ങനെയൊന്നും ചെയ്യേണ്ടതല്ല, എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നതാണ്, ഇവിടെ വീട് കാര്യങ്ങളൊക്കെ റെഡിയായിട്ട് നിങ്ങൾക്ക് അങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ച് പോവാം. പിന്നെ സ്വന്തമായിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ തന്നെ ആവണം. അപ്പോൾ ഇങ്ങോട്ട് വന്ന് നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അവരെയും കൂടെ നമ്മൾ നോക്കുന്ന സ്ഥിതിയുള്ളവർ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരികയേ ചെയ്യരുത്. സ്വന്തമായിട്ട് ജോബും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാകുമ്പോൾ, ഈ അടുത്ത് തന്നെ ഉള്ള ആളാകുമ്പോൾ നിങ്ങൾക്ക് സുഖമാണ്. ഒരുപാട് ദൂരമൊന്നും അല്ലാണ്ട്. മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും മതി അല്ലേ? പാലക്കാട്, ഈ 3 ജില്ലയിലുള്ള ആലോചന മാത്രമേ വിളിക്കേണ്ടുള്ളൂ കേട്ടോ. ഒരുപാട് ദൂരത്തു നിന്നും വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കരുത്. മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല, പാലക്കാട് ജില്ല, ഈ 3 ജില്ലയിലുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യാം. പിന്നെ വേറെ എന്തെങ്കിലും ഷംസിയൊക്കെ പറയാനുള്ള എങ്ങനെയുള്ള വിയോബിളിനെ വേണ്ടേ? എങ്ങനെ വെച്ചാൽ നമ്മളെ ഈ കൊല്ലത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണത്, അതായത് കുറച്ച് ദീനി അങ്ങനെയൊക്കെയുള്ള രീതിയാണ്. തീർച്ചയായും നിങ്ങളുടെ ഒരു പാർട്ട്ണർ വരട്ടെ. ഷംസിയാൻ്റെ കാര്യങ്ങളൊക്കെ ഷംസിയ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നതാണ്. അതിന് വേറൊരാളെ സഹായം കാര്യമൊന്നും വേണ്ട. ഇനിയിപ്പോൾ നമ്മൾ വീടെടുക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, അപ്പം വീട്ടിൽ കിച്ചണൊക്കെ നമ്മളെ ഹൈറ്റിനനുസരിച്ചൊക്കെ സെറ്റ് ചെയ്താൽ കുക്കിംഗ് ഒക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? സ്വന്തമായിട്ട്. ഇവിടെ അതിൻ്റെ സിറ്റുവേഷൻ ഇല്ല, പിന്നെ ഉമ്മയും ഒക്കെ ഉണ്ട്. നിങ്ങൾ എത്ര മക്കളാ? 4. 2 പെണ്ണും 2 ആണും അല്ലേ? ഉപ്പ മരണപ്പെട്ടതാണ് അല്ലേ? 10 വർഷമായി ഉപ്പ മരണപ്പെട്ടിട്ട്. അപ്പോൾ
ബാക്കി ആങ്ങളമാരൊക്കെ എന്താ ചെയ്യുന്നത്? ആങ്ങളമാർ പഠിക്കാണ്. ആ അതെ. പിന്നെ അനിയത്തിൻ്റെ കല്യാണം കഴിഞ്ഞു അല്ലേ? ഷംസിയാണ് മൂത്തത് അല്ലേ? അതെ. ഇവിടെ റൂമിൽ വെബ് ഡിസൈൻ ആൻഡ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതാ ഇവർക്കൊക്കെ ഇവിടുന്ന് ഈ റൂം ഒരു ഓഫീസാക്കി മാറ്റിയതാണ് അല്ലേ ഷംസിയ? അതെ, തട്ടിക്കൂട്ടൊന്നല്ല, സെറ്റ് അടിപൊളിയാണ്. എന്തായാലും നമുക്ക് പുറത്തൊരു ഓഫീസിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വർക്ക് അറ്റ് ഹോം അങ്ങനെ പോസ്റ്റർ ഡിസൈനിങ്ങും അങ്ങനത്തെ ഒക്കെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ അത്രയാണ് നമുക്ക് പറയാനുള്ളൂ അല്ലേ? വേറെ ഒന്നും ഇല്ലല്ലോ. നമ്മള് കാര്യങ്ങൾ മനസ്സിലാക്കി നല്ലൊരു വരം വരട്ടെ അല്ലേ ഷംസിയ? അതെ. അപ്പോൾ ഫ്രണ്ട്സ്, ഷംസിയ കാര്യങ്ങളെല്ലാം നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. പിന്നെ പെട്ടെന്നുള്ള അവളുടെ സൗന്ദര്യമായാലും പിന്നെ അവളുടെ ഇങ്ങോട്ട് വന്ന് നിൽക്കാന്നൊക്കെയുള്ള ആ സാഹചര്യങ്ങൾ മുതലെടുക്കാൻ വരുന്ന ആൾക്കാരെ നമുക്ക് ആവശ്യമില്ല കേട്ടോ. അവളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആളായിരിക്കണം. അപ്പോൾ അവൾക്ക് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ പുറത്തുനിന്നൊക്കെ ജസ്റ്റ് അങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യാമെങ്കിലും അവൾക്ക് സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. ചില കേസിൽ ചിലപ്പോൾ അവൾ എടുത്ത് വെക്കേണ്ട കേസ് വരികയാണെങ്കിൽ അതും അതിനുള്ള മൈൻഡുള്ള ഒരാൾ തന്നെ ആയിരിക്കണം തീർച്ചയായിട്ടും. അങ്ങനെയുള്ളൊരു പാർട്ട്ണർ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. അധിക ദൂരം വേണ്ട. പിന്നെ മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും പാലക്കാട് ജില്ലയിൽ നിന്നാണ് ഇവർ പറഞ്ഞത്. പിന്നെ തൊട്ടടുത്തുള്ള ജില്ല നോക്കാം, പക്ഷേ അധിക ദൂരം അങ്ങോട്ട് ഒരുപാട് ദൂരമൊന്നും വേണ്ട. പിന്നെ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജോലിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ആളായിരിക്കണം. വരുന്നവരെവിടെ നമ്മൾ നോക്കുന്ന രീതി ആവരുത്. കാരണം അറിയാലോ, ഇപ്പം അങ്ങനെ കുറേ ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് മനസ്സിലാക്കുന്ന ഒരുപാട് വർഷം മരണം വരെ വിവാഹ ജീവിതം നിലനിൽക്കണം. അല്ലാണ്ട് കല്യാണം കഴിയാൻ എളുപ്പമാണ്, അത് നിലനിൽക്കാനാണല്ലോ. അപ്പോൾ അങ്ങനെ നിലനിന്ന് പോകുന്ന നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ചാനലിലൊക്കെ ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്താൻ നിങ്ങൾ കൂടെ നിൽക്കണം.